ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയോ? ഞങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഒരാളെ ഞങ്ങൾ പിരിച്ചുവിടുകയാണ് ഗൈസ്. മനസ്സിലായില്ലല്ലേ, കിട്ടിച്ചുവിടുകയാണെന്ന്. അപ്പോൾ കല്യാണമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ടൗണിലേക്ക് ഇറങ്ങിയതാണ്. ഡ്രസ്സ്, അതിനനുസരിച്ചുള്ള ഓർണമെൻറ്റ്സ്, അവക സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ അതിനാണ് ഞങ്ങളിങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നിരന്ന് നടക്കുന്നത്. വഴി പോകുന്നവരുടെയൊക്കെ ചീത്ത കെട്ടെങ്കിലും ഞങ്ങളതൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ വീണ്ടും അങ്ങനെ തന്നെ നടന്നു. അപ്പോൾ ഇതാണ് ഇരുമ്പ് പാലം. ഇതാദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇതിപ്പോൾ പുതുക്കി പണിതാണ്. ഞങ്ങൾ ആദ്യം മുല്ലയ്ക്ക് SM-ലാണ് കയറിയത്. അവിടെ വലിയ കളക്ഷൻസ് ഉണ്ടെങ്കിലും, ആദ്യം കയറുന്ന കടയിൽ എത്ര നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിലും ആർക്കും അങ്ങനെ പിടിക്കില്ലല്ലോ, അതാണല്ലോ നാട്ടുകിടപ്പ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നേരെ വെച്ച് പിടിച്ച് ഇരുമ്പുപാലം കൃഷ്ണാസിൽ വന്നു. ഇവിടെ പിന്നെ അത്യാവശ്യം നല്ല കളക്ഷൻസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് സാരി എടുക്കാൻ വരുന്നത്. ഞാനിങ്ങനെ സാരി എടുക്കാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങളകത്ത് കയറി സാരി സെഷനിൽ വന്നു. ഇവിടെ വന്നപ്പോൾ സാരിയൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സാരിയും ഇവർക്ക് സാരി മെറ്റീരിയൽ വെട്ടി ഹാഫ് സാരി തയ്ക്കാനുമായിരുന്നു പ്ലാൻ. അപ്പം ഇത് വെഡ്ഡിങ് സെഷനാണ്. ഇത് പിന്നെ കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചുമ്മാ നോക്കി നിന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് സാരി ഇവിടെ എത്ര നോക്കിയിട്ടും കിട്ടിയില്ല. ഇവരുദ്ദേശിച്ച ടൈപ്പ് ഉണ്ടായിരുന്നു, സാരി ഉണ്ടായിരുന്നു, പിന്നെ കളറും കൂടെ ഒന്ന് സെറ്റ് ആവണമായിരുന്നു. പിന്നെ ഞാൻ വിശ്വാസം കൈവിടാതിരിക്കാനായിട്ട് ഞാൻ അവിടെ ഇരുന്ന സാരിയെല്ലാം സെയിൽസ്മാനെ കൊണ്ട് വലിച്ചു വാരി നിലത്തിടിപ്പിച്ച് കുറച്ച് നേരം കൂടെ വന്നിരുന്നെങ്കിൽ പുള്ളി എന്നെ ആട്ടി ഓടിച്ചേനെ. അപ്പോൾ അവർക്കുള്ള സാരി സെറ്റായി, എനിക്കുള്ള സാരി സെറ്റായില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് നേരെ അമ്മേനെ വിളിച്ചുകൊണ്ട് മെറീനോയിൽ പോയി. അവിടെ ചെന്നപ്പോൾ അതിലും കഷ്ടം. പിന്നെ അവിടെ നിന്ന് അപ്പം തന്നെ ഇറങ്ങി നേരെ സീമാസിൽ വന്നു. സീമാസിൽ വന്നപ്പോൾ ഒരു ഫ്ലോർ ഫുള്ള് സാരി. എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ വലിയ സമയമൊന്നും എടുത്തില്ല. അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചിട്ട് ഇപ്പോൾ സാരി കിട്ടി. അപ്പോൾ ആ സാരിയും അതിന് യെല്ലോ കളർ സാരിയും അതിന് ഗ്രീൻ കളറായിട്ട് പെയർ ചെയ്യാന്നോർത്ത് ഗ്രീൻ കളർ ബ്ലൗസ് മെറ്റീരിയൽ എടുത്തു. പിന്നെ അവിടെ നിന്ന് നേരെ വിശന്ന് വരഞ്ഞ് രേവതി ഹോട്ടലിൽ വന്നു. 4 മണിയായപ്പോൾ പോയത്. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പൊറോട്ടയും ബീഫ് കറിയും ലൈമും ഓർഡർ ചെയ്തു. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ബ്രൈഡ്. ഒരു കുട്ടിയാവാനുള്ള പ്രായമായെങ്കിലും കുട്ടികളെ തീരെ മാറിയിട്ടില്ല. പ്രായത്തിന് ഞങ്ങൾ എല്ലാവരെക്കാൾ മൂത്താണെങ്കിലും സ്വഭാവത്തിൽ ഞങ്ങൾ എല്ലാവരെക്കാൾ ഇളയതാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.